ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കെ ഫാമിലിയാണ് വീണ്ടും വിഷയമായിട്ട് വന്നിരിക്കുന്നത്. കെ ഫാമിലിയുടെ കാര്യം പറയുമ്പോഴത്തേന് ആദ്യം തൻവി കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. തൻവി ഒരു വീഡിയോ ഇടുന്നു. അമ്മൂമ്മയെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് അമ്മൂമ്മയെ നോക്കാൻ പോവാ, സ്കൂളിൽ പിള്ളേരെ ആക്കി നിൽക്കുക, ഇത്ര മാത്രമൊക്കെ പറഞ്ഞിട്ടുള്ളൂ, അവിടെ ഇവിടെ തൊടാതെ. പക്ഷെ ജനങ്ങൾ അങ്ങ് ഏറ്റെടുത്തു. അമ്മൂമ്മയെ നോക്കാൻ ഇവിടെ സ്വന്തം മകളുള്ളൂ, പിന്നെ തൻവി അവിടുത്തെ ജോലിയൊക്കെ കളഞ്ഞ് വരേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞ് ജനങ്ങൾ അങ്ങോട്ട് ചോദ്യം തുടങ്ങി. അപ്പം തന്നെ പിന്നെ അഹാന വന്നൊരു വീഡിയോ ഇടുന്നു. അഹാന ആ വീഡിയോയ്ക്കകത്ത് പറയുന്നു, അമ്മൂമ്മയുടെ സ്വഭാവം കൊണ്ട് നോക്കാൻ പറ്റാതെ മാറി നിൽക്കുവാണ് എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തൻവിയും അമ്മൂമ്മയും കൂടെ അതിന്റെ ഒരു മറുപടി ആയിരുന്നു. ആ മറുപടിയിൽ അഹാന പൊടി പട്ടിച്ചിന്നൊക്കെ വിളിച്ചത്, അമ്മൂമ്മയെ വിളിച്ചത് ഉൾപ്പെടെ അങ്ങോട്ട് അവരങ്ങ് തുറന്നു പറയുന്നു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അഹാന വന്നിട്ട് കോംപ്രമൈസ് ചർച്ചയാവുന്നു. കോംപ്രമൈസ് വന്നു. തൻവി ഇട്ട വീഡിയോ ഡിലീറ്റ് ആക്കുക, അഹാന അതിന് മുന്നേ ഇട്ട വീഡിയോ ഡിലീറ്റ് ആക്കുക, എല്ലാം കോംപ്രമൈസ് ആയി. ഇനി അതേപ്പറ്റി ഒരു ചർച്ച നടത്തുകയില്ലെന്ന് വാക്ക് കൊടുത്തു. ആ തൻവിയുടെ ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് വന്നു, ഞാൻ അതെല്ലാം പിൻവലിച്ചു, ഞങ്ങള് കുടുംബപരമായ കാര്യമില്ലേ, സോഷ്യൽ മീഡിയ ഇടുന്നില്ല, കുടുംബത്തിൽ സംസാരിച്ച് തീർക്കുകയാണെന്ന്. അപ്പൊ അതിന്റെ അടിയിൽ ഞാൻ ഒരു കമന്റ് കണ്ടിരുന്നു, തൻവി നീ ഇതൊന്നും വിശ്വസിക്കരുത്, ആഹാന ചതിക്കും, അവൾ ഇനി ഇതുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞു ഇട്ടിരുന്ന ഒരു കമന്റ് എന്റെ ഓർമ്മയിലുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം മിണ്ടാതിരുന്നിട്ട് വീണ്ടും സിന്ധു വന്നിട്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല എന്നാ ഞാൻ പറയാമെന്നും പറഞ്ഞു അങ്ങോട്ട് അങ്ങാലക്കി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ആരോ ചോദിച്ചപ്പോൾ ഒരു കാലത്തും യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാടില്ലാത്ത ഒരു കാര്യം സിന്ധു കൃഷ്ണയെടുത്ത് ആർക്കോ കൊടുത്തു. ഏതാണ്? അമ്മൂമ്മ അപ്പൂപ്പനെ തല്ലുന്ന ഒരു വീഡിയോ. അതും സോഷ്യൽ മീഡിയ കിടന്ന് അത്യാവശ്യം റീച്ചിനോടി. അത് കഴിഞ്ഞ് അങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇവര് പറഞ്ഞ വാക്ക് ഇവർ പാലിച്ചിട്ടില്ല. അതായത് തൻവി അതിനുശേഷം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. വിവാദങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഇനി അതോ ഞാൻ കാണാൻ പോയതാണോ അതറിയില്ല. ഏതായാലും ഞാൻ കണ്ടില്ല. ആഹാന വീണ്ടും വീണ്ടും ഒരു പോസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ തൻവിക്കെതിരെ കേസ് കൊടുക്കാം. കുഞ്ഞു മക്കളുള്ളത് കൊണ്ടും സ്വന്തവും ബന്ധമുള്ള കാര്യം കോടതി കയറ്റായിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ഞാനത് ചെയ്യാത്തതാണ്. നിയമമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ. തൻവിക്കും അമ്മൂമ്മയ്ക്കും എതിരെ ഒക്കെ കൊടുക്കാനുള്ള നിയമമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് അഹാന കൃഷ്ണ. അപ്പൊ ആ ഒരു പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അയ്യോ, രാമായണം പോലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മൊത്തം വായിക്കാന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ്, എന്നാലും വായിച്ചു കേൾപ്പിക്കാം. കഴിഞ്ഞ കുറെ ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സംഭവങ്ങൾ എനിക്ക് എന്റെ കുടുംബത്തിന് വളരെ വേദനാജനകവും ആഘാതവും ആയിരുന്നു. അതൊക്കെ സത്യമാണ്. കാരണം ഈ വീടിന്റെ അകത്ത് നടക്കുന്ന കാര്യമല്ലേ എടുത്ത് ആൾക്കാരിട്ട് സംസാരിക്കുന്നത്. കുടുംബകാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരേണ്ടതല്ലേ എന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ലാത്തത് കൊണ്ട് അത് ഞങ്ങളെ എങ്ങനെ ബാധിച്ചു എന്ന് പൂർണ്ണമായും വിശദീകരിക്കാൻ പോലും കഴിയുന്നില്ല. ശരിയായിരിക്കാം കേട്ടോ. ദൗർഭാഗ്യവശാൽ ഒരു വീടിന്റെ ചുവരുകൾക്കുള്ളിൽ തന്നെ നിൽക്കേണ്ടതായിരുന്ന ഒരു കാര്യം പൊതുസമക്ഷത്തിൽ എത്തിച്ചേർന്ന് വികാരങ്ങൾ കത്തി നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തല കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് പ്രതികരിക്കാറ്. അതും 100% ശരിയാണ്. മനുഷ്യരെല്ലാം അങ്ങനെ തന്നെയാണ്. ന്യായമാണെന്ന് ഞാൻ വിശ്വസിച്ച ഒരു കാരണത്താൽ എന്റെ അമ്മയെ വിമർശിക്കുന്നത് കണ്ടപ്പോൾ സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചു. അതൊക്കെ സമ്മതിച്ചു. ഒരുപക്ഷെ ഞാൻ മിണ്ടാതിരുന്നേനെ. പക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അന്യായമാണെന്ന് ഞാൻ കരുതിയ ഒരു തെറ്റിദ്ധാരണയുടെ ഭാരം എന്റെ കുടുംബത്തിന് ചുമക്കേണ്ടി വരുമായിരുന്നു. അത് സത്യം പറഞ്ഞൊരു തെറ്റിദ്ധാരണ വ്യക്തമാക്കുക മാത്രമാണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചു. ഞാൻ പറയുന്നത് സത്യമാണെന്ന് പിന്നെ പറയാനുള്ളത് എന്താണ് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചത് ഓർക്കുന്നു. പക്ഷെ പകരം വന്നത് കള്ള ആരോപണങ്ങളും നുണകളും തിരഞ്ഞെടുത്ത കഥകളും വളരെ സ്വകാര്യമായ സംഭാഷണങ്ങൾ പൊതുസമക്ഷത്തിൽ കൊണ്ടുവന്നതുമായ പ്രതികരണമാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അമ്മൂമ്മയൊക്കെ ചെയ്ത കാര്യം. അവർ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ നേരിടാതിരിക്കാൻ ആളുകൾ എത്രത്തോളം പോകുമെന്ന് ഊഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ചിലർ സ്വന്തം വാക്കുകൾക്ക് മറുപടി പറയുന്നില്ല, പകരം അവർ ഒരു പുതിയ കഥയുണ്ടാക്കി അത് ഇന്റർനെറ്റിലിടുന്നു. കാരണം അത്തരം കഥകൾക്കായി കൊതിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്റർനെറ്റിലുണ്ടെന്ന് അവർക്കറിയാം. ഇതൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ മൗനം തിരഞ്ഞെടുത്തേനെ, മിണ്ടാതിരുന്നേനെ, ഇങ്ങനെയൊക്കെ വളച്ചൊടിക്കുമെന്ന് ഓർത്തിരുന്നെങ്കിൽ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എന്റെ മുത്തശ്ശിയെ നേരിട്ടറിയുന്നവർക്ക് ഇതൊരു അത്ഭുതമായിരിക്കില്ല. അവരുടെ മുത്തശ്ശിയുടെ ക്യാരക്ടർ അറിയാവുന്ന അവരുടെ ബന്ധുക്കൾക്കും അയൽക്കാർക്കൊന്നും ഇത് വലിയ കാര്യമായിരിക്കില്ല. അതല്ല, പൊതുജനങ്ങൾക്കാണ് ഇത് ഇത്ര അത്ഭുതമായിട്ട് തോന്നുന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങളുടെ കുടുംബം പങ്കുവച്ച കണ്ടന്റിനോട് മാത്രമാണ് പലരും എന്റെ മുത്തശ്ശിയെ അറിയുന്നത്. അത് ശരിയായിരിക്കും. എന്നാൽ ഒരു ചെറിയ വിശദീകരണം നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു.
അപ്പം അതിനു വേണ്ടി, അതായത് ഒരു ചെറിയ വിശദീകരണം തരണം എൻ്റെ ഫാമിലിയെ കുറിച്ച്, എന്നാലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ, നിങ്ങൾ മുത്തശ്ശിയൊക്കെ ഇപ്പോഴല്ലേ കാണുന്നത് എന്നൊക്കെയുള്ള ഒരു ആമുഖമാണ് പുള്ളിക്കാരത്തി അവിടെ പറഞ്ഞു വെച്ചത്. ഇനിയാണ് കാര്യത്തിലേക്ക് കിടക്കുന്നത്. കുടുംബത്തിന് മാത്രം നിൽക്കേണ്ട കാര്യങ്ങൾ പൊതുമധ്യത്തിൽ വന്നതിനാൽ അഹാന ഖേദം പ്രകടിപ്പിക്കുന്നു. പ്രതികരിക്കാനുള്ള കാരണം, ഇപ്പം ഈ പോസ്റ്റ് ഇടാനുള്ള കാരണം, അമ്മയ്ക്കെതിരായ തെറ്റായ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ സത്യം വ്യക്തമാക്കാനാണ് ഞാൻ പ്രതികരിച്ചത്. എന്നാൽ അത് ഇത്ര വലിയ തെറ്റിദ്ധാരണയിലേക്കും വ്യാജ ആരോപണങ്ങളിലേക്കും നയിക്കുമെന്ന് കരുതിയില്ല. അമ്മൂമ്മയുമായുള്ള തർക്കവും പണവും, അമ്മൂമ്മയുടെ പെരുമാറ്റം, അമ്മൂമ്മ തന്നോട് അതിരുവിട്ട അതിശയമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചുകൊണ്ടാണ് തനിക്ക് പ്രതികരിക്കേണ്ടി വന്നത്. വയസ്സോ ബന്ധങ്ങളോ മറ്റുള്ളവരെ അപമാനിക്കാനുള്ള ലൈസൻസ് അല്ല. അതൊരു പരിധിവരെ ശരിയാ. നമുക്ക് പ്രായമായെന്ന് എഴുതി വായി വരുന്നതെല്ലാം കോതയ്ക്ക് പാടാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് പണത്തിന് വേണ്ടിയുള്ള തർക്കമല്ല. താനും സഹോദരിമാരും സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുന്നവരാണെന്നും മാതാപിതാക്കളുടെ അമ്മൂമ്മയുടെ സ്വത്തോ ലക്ഷ്യമിട്ടില്ലെന്നും വ്യക്തമാക്കുന്നു. അതെ, ആ 4 പിള്ളേരും സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. അമ്മൂമ്മയുടെ പണം സ്വന്തം ലക്ഷ്യമിട്ട് വന്ന് ആ പൈസയ്ക്ക് വേണ്ടിയാണ് തർക്കം അമ്മൂമ്മയായിട്ടുണ്ടായത്. അപ്പൂപ്പൻ ആ കുറെ ലക്ഷങ്ങൾ അഹാനയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അത് കൊടുക്കാൻ അമ്മൂമ്മ സമ്മതിക്കാത്തതിന്റെ പേരിലാണ് അമ്മൂമ്മയ്ക്കേറെ പട്ടിച്ചീന്ന് വിളിച്ചെന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത്. ചാറ്റുകൾ പ്രചരിപ്പിച്ച് അഹാന അയച്ച സന്ദേശങ്ങളുടെ പശ്ചാത്തലം മറച്ചു വെച്ചാണ് അമ്മൂമ്മയും കസിനും അത് തൻവിയും ആ ഒരു പട്ടിച്ചി എന്ന് വിളിക്കാനുണ്ടായതിന്റെ പശ്ചാത്തലം, അതിന്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മറച്ചു വെച്ചിട്ടാണ് ആ ചാറ്റ് പുറത്തു വിട്ടുന്നത്. അവരാ എന്നിങ്ങനെ വിളിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഈ സന്ദർഭത്തിൽ ഞാൻ അവളെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു, അപ്പാണ് അവൾ ഇങ്ങോട്ട് പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് അഹാന പറയുന്നത്. വ്യാജ ആരോപണങ്ങൾ, അമ്മൂമ്മയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം പൂർണ്ണമായും തെറ്റാണ്. ഇവരാരും അമ്മൂമ്മയെ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല എന്നാണ്. അവസാനമായി അമ്മൂമ്മയെ കാണാൻ പോയപ്പോഴുണ്ടായ മുഴുവൻ കാര്യങ്ങളും ഓഡിയോയും വീഡിയോയും എല്ലാം അവരെടുത്തിട്ടുണ്ട്. അവരുടെ തെളിവുണ്ട്. ആവശ്യം വന്നാൽ അത് തെളിവിനായി പുറത്തുവിടും. എല്ലാ കേസും അതും ഇതൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അവരുടെ കയ്യിൽ ഓഡിയോയും വീഡിയോയും ഒക്കെ ഉണ്ട്, അവരത് പുറത്തുവിടും. കസിന്റെ നിലപാടെന്നും പറഞ്ഞു. കസിൻ മുൻപ് അമ്മൂമ്മയിൽ നിന്ന് നേരിട്ട പ്രയാസങ്ങൾക്ക് ഞങ്ങൾ പിന്തുണ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ഞങ്ങളെ വില്ലന്മാരായി ചിത്രീകരിച്ചിരിക്കുകയാണ്. തൻവിക്കുള്ള ഇതാണ് നിയമ നടപടിക്ക് വേണ്ടി ശ്രമിക്കാന്നുള്ള രീതി പറയുന്നുണ്ട്. നിയമ നടപടിക്ക് പോകാനുള്ള അവകാശമുണ്ട് കസിന്റെ, പക്ഷെ പോകുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവകാശമുണ്ടെങ്കിലും കസിന്റെ കുട്ടികളുടെ ഭാവിയെ കരുതിയും കുടുംബകാര്യങ്ങൾ കോടതി കയറ്റാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും മാത്രമാണ് അതിന് മുതിരാത്ത. ഈ പോസ്റ്റിന്റെ മെയിൻ ഉദ്ദേശം അതാണ്. അഹാന ഇപ്പൊ വന്ന് ഈ പോസ്റ്റ് ഇട്ട് ചിത്രം വിശദീകരിച്ച് പറഞ്ഞിട്ട് അതിന്റെ ആകെ കൂടി ആ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തൻവിയോട് പറയുവാണ്, വേണമെങ്കിൽ തൻവിയും അമ്മൂമ്മയും ഇരുന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞതിനെല്ലാം എതിരായിട്ട് അവർക്ക് കേസിന് പോകാം, നിയമ നടപടിക്ക് പോകാം. അത് അവർ പോകാത്തത് അവരുടെ മനസാക്ഷി ഉള്ളതുകൊണ്ട് മാത്രം. ആ കുടുംബകാര്യം കോടതിയിൽ എത്തിക്കേണ്ട, അല്ലെ തൻവിയുടെ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ എത്തിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് ആ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്നൊക്കെയുള്ള മര്യാദ വെച്ചാണ് ഞങ്ങൾ കേസിന് പോകാത്തെന്ന് അവർ തൻവിയോട് പറയുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതിലൂടെ പൊതുജനത്തിലൂടെയാണ് അത് അറിയിക്കുന്നത് മാത്രം. തൻവിയോട് വേണേൽ പറയാവുന്നേ ഉള്ളൂ. അമ്മയുടെ അവസ്ഥ, അമ്മ സ്വന്തം അച്ഛനെ പരിചരിക്കാൻ പരമാവധി ശ്രമിച്ച വ്യക്തിയാണ്. അങ്ങനെയുള്ള അമ്മയെക്കുറിച്ച് വ്യാജ പ്രചരണങ്ങൾ വന്നപ്പോൾ ഒരു മകൾ എന്ന നിലയിലാണ് താൻ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നത്. അതുകൊണ്ടാണ് സിന്ധു കൃഷ്ണ എല്ലാ വീട്ടിലും ഒരു അമ്മു വേണമെന്ന് പറയുന്നത്. മാനസികാരോഗ്യ ഉത്തരവാദിത്വം, ഡിപ്രഷനോ ട്രോമയോ കാണിച്ച ഒരാൾക്ക് സ്വന്തം തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന്. അങ്ങനെയുണ്ടെന്ന് കരുതി ട്രോമയോ ഡിപ്രഷനോ ഒക്കെ ഉണ്ടെന്ന് കരുതി ഒരാളെ കൊല്ലാനൊന്നും അവകാശമില്ലല്ലോ. സ്നേഹത്തിന്റെ യാഥാർത്ഥ്യം, മുൻപ് താൻ അമ്മൂമ്മയുടെ പ്രിയപ്പെട്ട കൊച്ചുമകളായിരുന്നു എന്ന് അഹാന. ഇനി അമ്മൂമ്മയെ പരിചരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല, അധിക്ഷേപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക മാത്രമേ ഉള്ളൂ. ഇനി അവർ അമ്മൂമ്മയെ പരിചരിക്കാൻ വരികയല്ല, ഇങ്ങനെയുള്ള വഴക്കിനൊന്നും അവർ പോകുന്നില്ല, മാറി നിൽക്കുകയാണ്. ഇനി കസിനോടുള്ള ഇത്, കാനഡയിലെ ജോലി ഉപേക്ഷിച്ച് അമ്മൂമ്മയെ നോക്കാൻ വന്നതാണെന്ന് കസിൻ അവകാശപ്പെടുന്നു. ക്യാമറകൾക്കും സോഷ്യൽ മീഡിയയ്ക്കും അപ്പുറം ആ പരിചരണം അവർ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് സോഷ്യൽ മീഡിയയെ കൊണ്ടേ അമ്മൂമ്മയെ പരിചരിക്കുന്നത് വീഡിയോ എടുത്തിടുന്ന, അല്ലാതെ ക്യാമറയ്ക്ക് പുറകിലും അമ്മൂമ്മയെ നോക്കും എന്ന് വിശ്വസിക്കുന്നു എന്നൊരു പുള്ളുവാക്കാണ് അത് പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് അഹാന പറയുന്ന, അഹാനയൊക്കെ കുറെ ഈ കുറച്ച് പെൺപിള്ളേർ വന്നായിരുന്നല്ലോ വോയിസ്, അവരെയൊക്കെ ബോഡി ഷെയ്മിംഗ് ഒക്കെ നടത്തി സൈബർ ബുള്ളിങ്ങിനൊക്കെ വിട്ടുകൊടുത്ത കാര്യം, അതിന്റെ മറുപടി പറയുന്നുണ്ട്. സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ അഹാനയും സഹോദരിമാരും മറ്റുള്ളവരെ ബുള്ളിങ് ചെയ്തിരുന്നു എന്ന വാർത്ത കള്ളമാണ്. താല്പര്യമുള്ളവർക്ക് ഈ സ്ഥാപനങ്ങളിൽ പോയി അന്വേഷിക്കാം, അവരുടെ കോളേജ് സ്ഥാപനങ്ങളിൽ പോയി അന്വേഷിക്കാനുണ്ട്. ഇനി അതിന്റെ അവസാനം എന്താണെന്ന് വെച്ചാൽ, പിന്തുണച്ച എല്ലാവർക്കും നന്ദി. ഈ വിഷയത്തിന് ഇവിടെ പൂർണ്ണ വിരാമം ഇടുന്നു. സൈബർ ആക്രമണങ്ങൾക്ക് തന്നിലെ സത്യസന്ധതയോ ആത്മവിശ്വാസത്തെയോ തകർക്കാൻ കഴിയില്ല എന്നുണ്ട്.
ഈ ഒരു വട്ടം ഫുൾ സ്റ്റോപ്പ് ഇട്ടതാണ്, ഇത് ഫുൾ സ്റ്റോപ്പ് ഇടണം. അന്ന് തൻവി അത് ഡിലീറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് ഇവർ ചർച്ച ചെയ്ത് അത് അവിടെ വിട്ടു, അവിടെ തീർന്നു. പിന്നെ സിന്ധു കൃഷ്ണ വ്ളോഗിൽ വന്നിട്ട് ഇതിനെപ്പറ്റി അതും ഇതൊന്നും പറയാൻ പാടില്ല, ഇനി പറഞ്ഞാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പക്ഷെ ആ അമ്മൂമ്മ അപ്പൂപ്പനെ തല്ലുന്ന ആ ഒരു ഇത് വെളിവിട്ടത് ആരാണ്? അത് വളരെ മോശമായിപ്പോയി. അത് അവരുടെ കുടുംബത്തിൽ വല്ലാതെ മലന്ന് കിടന്ന് തുപ്പുന്ന പോലെ തന്നെ ആയിപ്പോയി. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ആ ഒരൊറ്റ പ്രവൃത്തി, കാരണം നിസ്സാരമായ ചിലപ്പോൾ എല്ലാ കുടുംബങ്ങളിലൊക്കെ നടക്കുന്നതായിരിക്കും, എന്നാലും അതിലൂടെ ഒരു ഇമേജ് തരും. ഒരു ഭാര്യ ഭർത്താവിനെ ചുമ്മാ തല്ലെന്നൊക്കെ പറയുമ്പോൾ ഒരു ഇമേജ് പോകും. അതൊന്നും ഒരിക്കലും ഇടാൻ പാടില്ല. അതിട്ടു. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പൊ ഇതിങ്ങനെ ഇവര് കമന്റ് ബോക്സിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇത് തീരാറായില്ലേ എന്നുള്ളത്. ഇപ്പൊ കേരളത്തിൽ ഇന്ത്യയിൽ വേറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും അല്ലാതെ ഇതുവരെയും തീരാറായില്ലേ. മനോരമ വരെ ഇത് ന്യൂസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ തൻവിക്കെതിരെ കേസിന് പോകാം അഹാനയ്ക്ക്. അഹാന അത് പോകുന്നില്ല. അപ്പൊ അഹാനയുടെ ഒരു വിട്ടുവീഴ്ചയാണ്. മനോരമ വരെ ഈ വിഷയം വലിയ ന്യൂസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. മനോരമയ്ക്ക് വേറെ പണിയില്ലേ എന്ന് പറഞ്ഞ കമന്റ്, ഇതാണോ നിങ്ങളുടെ ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ബോക്സിൽ ആൾക്കാർ മനോരമയെ ചീത്ത വിളിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.